50 കോടി എന്തെങ്കിലും കാട്ടിയ അത് പറയും. കാലത്തും 50 കോടി റുപ്യ ചെലവാക്കിയിട്ടില്ലേ? ആ കാശ് എന്താ ചെയ്ത്? നിങ്ങളുടെ ഭരണത്തിലുണ്ടായ വീഴ്ച നിങ്ങൾ പറയും. സുഹൃത്തെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെയാണ് ചോദ്യം. ഇതുപോലെ ഒരു ദുരന്തം 3 വർഷം മുമ്പ് ഇത് സംഭവിക്കുകയുണ്ടായി. അപ്പൊ അടിക്കടിക്ക് ഇതുപോലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇതിന്റെ പിന്നിലുണ്ടായ കാരണത്തെ കുറിച്ചാണ് അറിയേണ്ടത്. ഇപ്പൊ ഉണ്ടായിട്ടുള്ള ദുരന്തത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോ നിങ്ങൾ ഒരാളും എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. 2-3 വർഷം കഴിഞ്ഞ സർക്കാരിന്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ള തീപിടുത്തത്തിന്റെ കാര്യം എന്താന്നുള്ളത് എന്നോട് ചോദിച്ചാൽ എനിക്കറിയാൻ വയ്യ. അത് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്നത് ശീതളനാണ്. അത് ശീതളൻ വിശദീകരിക്കും. ഇത് ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞലം കാട്ടാന്ന് പറയും. നമ്മള് ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ആ വിഷയം ട്വിസ്റ്റ് ചെയ്ത് വേറൊരു വാർത്തയാക്കി മാറ്റുന്ന ആ രീതി ഇവിടെ നടപ്പിലാക്കുക. ഇത് കൃത്യമായിട്ട് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ തീപിടുത്തത്തിനെ കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ആ ചർച്ച അതിന് എന്ത് പോംവഴി കാണാൻ പറ്റുന്നതാണ് സർക്കാർ ഇവിടെ പറയേണ്ടത്. അല്ലെങ്കിൽ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ആരാണെങ്കിൽ അവരതിന് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരത് പറയണം. 12 ദിവസമായി സ്കൂളിൽ പോയിട്ട് ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ളതല്ലോ. മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തമല്ല. എനിക്കും ചില കാര്യങ്ങളൊക്കെ പറയണം. എന്റെ പൊന്നു സാറേ, ഈ പുകയും പടലും ഒക്കെ കൊണ്ടുണ്ടല്ലോ എനിക്ക് എന്റെ ഫാമിലിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. നിങ്ങൾക്ക് മാത്രമല്ലെന്ന് ഒരുപാട് ആളുകൾക്കുണ്ട്. എന്റെ പൊന്നു സാറെ പറയുന്നേക്ക്. സാർ 4-5 സെന്റ് ഫസ്റ്റ് ഈ കേരളത്തിന് വെളിയിൽ തന്ന ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ പോയി താമസിച്ചോളാം. ഇത് ഏക്കേണ്ട ആവശ്യമില്ലല്ലോ സാറേ. മടുത്ത് അതുകൊണ്ട് ഇതിന് പരിഹാരമുണ്ട്. നല്ല പരിഹാരമുണ്ട്. ഒരു പരിഹാരം ഇല്ല ഇവിടെ. ഈ സത്യമാഷ് പറഞ്ഞ കാര്യം കൃത്യമായി ചെയ്താൽ മതി. ആദ്യം പറഞ്ഞില്ലേ, അതന്നെ ഇതിന്റെ പരിഹാരം. നിങ്ങളെ വീട്ടിൽ അടുപ്പ് പോകുന്നില്ലേ? എല്ലാ എന്നാലും ശീതള, ഇന്നലത്തെ നമ്മുടെ ആ ചർച്ചയിലേ ഒരുപാട് കൂട്ടി പറഞ്ഞു. അത്രയും വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടായി എനിക്ക്. ഞാൻ അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ്? കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാവുകയും ചെയ്യാ, പ്രതിപക്ഷത്ത് മൗനം പാലിക്കുകയും ചെയ്യണമെന്ന് പറയുമ്പോ സംഗതി ഒന്നുകൂടി കടുക്കും. നമ്മളതിന് പ്രതികരിക്കേണ്ടെന്ന് പറയുമ്പോ ഒന്നൊതുവും. കാരണം എന്താ വെച്ചാൽ ആരെങ്കിലൊക്കെ എന്റെ പിന്നിലുണ്ടെന്ന് പറയുമ്പോ മറ്റുള്ളവരുടെ ആരവം ഒന്ന് കുറയുവേ. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ പഞ്ചവടി രക്ഷായാത്ര എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയെ പറ്റിയിട്ട് ആരോ ഇങ്ങനെ പറയുന്നത് കേട്ടു. അങ്ങനെ വല്ലതും ഉണ്ടോ? പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വേണ്ട. അതൊക്കെ വെറുതെ പറഞ്ഞിട്ടുണ്ടായി. അത് വേണ്ട. എങ്ങനെ പറ്റണം നമുക്ക് ഈ പോകത്തെ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റും? അല്ല, ഈ പുക ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ആളുകൾ ആകെ ഇളകിയിരിക്കുകയാണല്ലോ. അതെ സത്യേട്ടാ, നമ്മുടെ നേതാക്കന്മാർ അഴിമതി നടത്തിയിട്ടുണ്ടാവുക. എടാ, അതിന് അഴിമതി എന്നൊന്നും പറയാൻ പറ്റില്ല. ഓരോ ആളുകളുടെ റേഞ്ച് വേറെ വേറെ അല്ലേ? ഓരോരുത്തരുടെയും ലെവലിനനുസരിച്ച് അവരൊക്കെ കുറച്ച് പൈസ ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇതിനകത്ത്. 50 കോടി എന്നൊക്കെ പറഞ്ഞ എന്താണ് ചെറിയ പൈസ. ആളുകൾ പറയണതൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞേ സത്യേട്ടാ, ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് നീക്കം ചെയ്യാനുള്ള വഴി എന്താ? എന്താ എടുത്തു മാറ്റണമെങ്കിൽ ആദ്യം ഇതൊന്ന് കെട്ടടക്കണ്ടേ? അല്ല, ഈ പുക നടക്കണ്ടേ? എന്നിട്ടല്ലേ ഇപ്പൊ എടുത്തു മാറ്റണേ. എന്താ ഈ തീജി കെടാത്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവില്ല. അതിപ്പോ തീയനോട് തന്നെ ചോദിക്കേണ്ടി വരും. ഞാൻ പറയണതേ, നമുക്കിപ്പോ ഈ യാഗം എന്ന് പറയുന്ന സംഗതിയൊക്കെ നടത്തിയിട്ട് ഈ മഴ പറയാൻ പറ്റുമോ? യാഗം നടക്കില്ല. അല്ല, യാഗം നിങ്ങൾ നടത്തണ്ട. അതിന്റെ ആ ഒരു പ്രോസസ്സിങ് എന്താന്ന് അറിഞ്ഞിട്ടേ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ആ ഭാഗത്തേക്ക് മാത്രം കുറച്ച് മഴ പെയ്യിപ്പിക്കുകയാണെങ്കിലേ കുറെ ശമനം കിട്ടില്ലേ? നിങ്ങൾ ഇപ്പൊ പറഞ്ഞതിനകത്ത് വലിയ പോയിന്റ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താന്ന് വെച്ചാല്, നമ്മളിപ്പോ ഇവിടെ കൃത്രിമ മഴ പെയ്യിക്കാൻ വേണ്ടി എടുക്കുന്ന ആ പൈസ ഉണ്ടല്ലോ, ആ പൈസ എടുത്തിട്ട്
ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് നേരെ ടൂർ പോവാ. ടൂർ പോയിട്ട് എങ്ങനെയാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത് എന്നുള്ളത് പഠിക്കുക. പഠനമൊക്കെ നടത്തിയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ മഴക്കാലൊക്കെ തുടങ്ങി, മഴയൊക്കെ പെയ്തിട്ട് പുകയും ഇതൊക്കെ അങ്ങോട്ട് കെട്ടടങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഏതായാലും പഠിക്കാൻ പോകുന്നുണ്ടല്ലോ വിദേശത്തേക്ക്. അപ്പൊ എന്നേനും ഭാര്യനെ കൂട്ടാലോ അങ്ങോട്ടേക്ക്. ഒരു ടൂറായിക്കോട്ടെ. അണികളെ കൂട്ടുക. നമ്മള് ഭരിക്കുമ്പോ പോവാ, അതിപ്പോ അവരുടെ അല്ലേ. എന്താ അണികളെ കൂട്ടുമെന്ന് ചോദിച്ചാ ആ അണികളൊക്കെ കൂട്ടും. അല്ല സത്യമായിട്ട് അതിന് വേറെ കാര്യമുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി ടൂറ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൊതുജനം ഇതെങ്ങനെ എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. പൊതുജനത്തിനെ സപ്പോർട്ട് ചെയ്യല്ലേ ശരിക്കും ചെയ്യാ. എങ്ങനെ? അതായത് ഇപ്പൊ അന്തരീക്ഷത്തിൽ ആകെ കരിയും പൊടിയും ചൂടും ഒക്കെ അല്ലേ. ഇതിൽ നിന്ന് കുറച്ച് ആളുകൾക്കെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് കുറച്ചു കാലൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോ ഒരു മാനസികോല്ലാസമോ കിട്ടുകയാണെങ്കിൽ അത് നല്ലതെന്ന് വിചാരിച്ചൂടെ? പിന്നെ സത്യം പറഞ്ഞ ജനം അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അവര് നമ്മുടെ കൂടെ നിന്നോളും. അത് നിൽക്കും, എല്ലാ കാലത്തും നിൽക്കാറുണ്ടല്ലോ. നിൽക്കല്ലോ. ഇത് മാലിന്യം ഞങ്ങൾ പാവപ്പെട്ടവർ അനുഭവിക്കണം, നിങ്ങളും കൂടി ഒന്ന് അനുഭവിക്കും. എന്ത് ധൈര്യത്തിലാണ് എന്റെ സച്ചേട്ടന്റെ വീട്ടിൽ ചീഞ്ഞു അല്ലാണ്ട് ശീതളൻ ഈ കൂട്ടത്തില് ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. എടാ ഈ അഴിമതിയുടെ കാര്യത്തിലേ ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നുമില്ല. ഇവരൊക്കെ ഒരു ഒറ്റക്കെട്ട നമ്മുടെ മുമ്പിലാണ് ഇവരുടെ ഈ നാടകം കളിക്കുന്നത്. അല്ല ഒരു കാര്യത്തിൽ നന്നായി, താൻ ഞങ്ങളുടെ കൂടെ എന്ന് കരുതിയിട്ട് മുഴുവൻ വേസ്റ്റ് ഇവിടെ കൊടുത്തിടാനാ ഞങ്ങൾ തീരുമാനിച്ചു. ഇനി പകുതി മാറ്റി വെച്ചേക്ക്, കുറച്ച് സീതളിന്റെ വീട്ടിലും കൊണ്ട് കത്തിക്കാം. എന്ത് കളിക്കാൻ നിങ്ങൾ പോണത്? അതെ, ഇത് നമ്മൾ ഇവിടെ കത്തിക്കാൻ പോവാ. ഇത് കത്തുമ്പോ വരുന്ന പുക നിങ്ങളൊന്ന് ശ്വസിക്കണം. നിങ്ങളെ നേതാക്കന്മാരുടെ പോയി പറഞ്ഞാൽ നടക്കൂലോ. അത് നീ